കമന്റിലെ റിപ്ലൈ ആയിട്ടാണ് മിസ് ഇന്ന് ഈ വീഡിയോയിൽ വന്നേക്കുന്നത്. നിങ്ങൾക്ക് അറിയാം അല്ലേ? എന്നാ നിങ്ങൾ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതിന്റെ ഒക്കെ ഭാഗമായിട്ട് അതുമല്ല നമ്മളെ August 15 ഇൻഡിപെൻഡൻസ് ഡേന്റെ ഭാഗമായിട്ട് നമ്മളെ കോച്ചിങ് അല്ലേ, നമ്മളെ ഈ ഒരു ബാച്ച് ഈ ഒരു പ്രൈസിൽ കൊടുക്കുകയാണ്. നിങ്ങൾ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ, മടിക്കണ്ട. August 15 വരെ എന്തുള്ളൂ, ഈ ഒരു ഓഫർ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ സെറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഓണം എക്സാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവും എന്ന് മിസ് വിചാരിക്കുന്നു. ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരെ എന്ത് ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. ഒരു ക്ലിക്കിന് വേണ്ടി നിങ്ങൾ ഒന്നും പഠിക്കാൻ പാടില്ല. എല്ലാ ലൈവ് ക്ലാസ്, എല്ലാ ഓഡിയോ, എല്ലാ നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ ഫ്രീ ആയിട്ട് തരികയാണ് മക്കളെ. ഒരു ക്ലിക്കിന് വേണ്ടി പഠിക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ എല്ലാ നോട്ട്സും നിങ്ങൾക്ക് കിട്ടണം. നിങ്ങൾ എക്സാം എഴുതാനാണ് പോകുന്നത് അല്ലേ? അപ്പോൾ നോട്ട്സ് കിട്ടണ്ടേ, വായിച്ചു നോക്കണ്ടേ? എല്ലാ ലൈവിൻ്റെ നോട്ട്സും എല്ലാ വീഡിയോസിൻ്റെ നോട്ട്സും നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും വാട്സ്ആപ്പ് ചാനലിലും ജോയിൻ ചെയ്തോളൂ. ഇതിൻ്റെ ഒക്കെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, പിൻ ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നിവിടെ മിസ് പറയാൻ പോകുന്ന ബേസിക് സയൻസിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആയ വാട്ടർ ആൻഡ് ലൈഫ് അല്ലെങ്കിൽ ജലം നിത്യജീവിതത്തിൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. പഠിച്ചു വെച്ചോടാ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്കറിയാം നമ്മളെ മൂന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷൻ ആണ് സൊല്യൂട്ട്, സോൾവെന്റ്, സൊല്യൂഷൻ അല്ലെ. എന്താ ലീനം, ലായകം, ലായനി എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ചോദിക്കാവുന്ന ഒരാളാണ് നമ്മളെ സോഡാ വാട്ടർ അല്ലെ. സോഡാ വെള്ളം, സോഡാ വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് അല്ലെ, ലായകം അല്ലെങ്കിൽ സോൾവെന്റ് ഏതാണെന്ന് ചോദിക്കും. നിങ്ങൾക്കറിയാം സോഡാ വാട്ടറിൽ ബബിൾസ് കാണാൻ കാരണം എന്താ? യെസ്, അതിൽ ആര് ഡിസോൾവ് ആയിട്ടുണ്ട്? നമ്മളെ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ആയിട്ടുണ്ട്. അപ്പം വെള്ളത്തിൽ ഏതാണോ ലയിച്ച് ചേരുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് എന്ന് പറയാ. അപ്പൊ സോഡാ വാട്ടറിൽ എന്താണ് സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം? എന്താണ്? യെസ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഏതിലാണ് ലയിപ്പിച്ചത്? നമ്മൾ സോൾവെന്റ് അല്ലേ. നമ്മളെ ഏതിലാണ് ലയിപ്പിച്ചത്? ഏതാണ് സോൾവെന്റ്? ഏതാണ് അവിടെ ലായകമായിട്ട് എടുത്തത്? ഏതാണ്? യെസ്, എന്താ? വാട്ടർ ആണ് അല്ലെങ്കിൽ വെള്ളമാണ്. വാട്ടർ അല്ലെങ്കിൽ എന്താണ്? ജലം. വാട്ടർ അല്ലെങ്കിൽ ജലമാണ്. ഇതാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. നിങ്ങൾ ചിലപ്പോഴേക്കും സോഡാ വാട്ടറിലെ അപ്പൊ സോഡയായിരിക്കും ആ ഒരു സൊല്യൂട്ട് എന്ന് വിചാരിക്കും. നിങ്ങളെ തെറ്റിദ്ധാരണ അതാണ്. നിങ്ങളത് തെറ്റിക്കും എന്നുള്ള കാര്യം മിസ്സിന് അറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സോഡാ വാട്ടറിൽ ബബിൾസ് വരാൻ കാരണം തന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അതിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതിൽ ലയിപ്പിച്ചത് ഏതാണോ അതിനെയാണ് നമ്മൾ ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട്. ഏതിലേക്കാണോ ലയിപ്പിച്ചത് അതിനെയാണ് നമ്മൾ ലായകം അല്ലെങ്കിൽ സോൾവെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടും കൂടി കിട്ടുന്നതാണ് സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനി. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, ഏതാണ് യൂണിവേഴ്സൽ സോൾവെന്റ് എന്നറിയപ്പെടുന്നത്? യൂണിവേഴ്സൽ സോൾവെന്റ് എന്നറിയപ്പെടുന്ന ഒരാളുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഏതാണെന്ന് വേഗം തന്നെ ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ താഴെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പം മറക്കണ്ട, ഓഫറിന്റെ വേഗം നിങ്ങളെ എന്ത് ചെയ്തോ, ജോയിൻ ചെയ്തോ. ഒട്ടും മറക്കണ്ട കേട്ടോ, ഒട്ടും വൈകി പോണ്ട. August 15 വരെ നമ്മളെ ഓഫർ ഉണ്ടാവുള്ളൂ. ഓക്കെ.